ഹലോ, നമ്മള് നാടൻ കോഴിയെ ഇന്ന് റോസ്റ്റ് ആക്കാൻ പോവാണ്. തേങ്ങാക്കുത്തൊക്കെ ഇട്ട് റോസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ള അവനെ വിളിച്ചോണ്ട് വരുവാണ്. അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരുന്ന സീനാണിത്. അവന് ഓടിപ്പോയായിരുന്നു, നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരുവാണ്. ഹായ്, എല്ലാവർക്കും ജവാദി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടില് പൂവൻ കോഴിയും പെടക്കോഴിയും ഉണ്ടായിരുന്നു. പക്ഷെ ഓടിച്ചിട്ട് ഇപ്പൊ പൂവൻ പോയി കളഞ്ഞ് അവസാനം പെടക്കോഴീനെ നമ്മള് ഓടിച്ചിട്ട് പിടിച്ചാണ്. ഇപ്പൊ പൂവൻ കോഴിക്ക് ആ ടേസ്റ്റ് എങ്കിലും നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചത് നമ്മൾ തന്നെ ഇപ്പൊ അതിനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വറുത്തരച്ച് വെക്കാൻ എന്നൊരു സ്പെഷ്യൽ നാടൻ കറിയാണ്. നമ്മൾ തന്നെ വറുത്തരച്ച നാടൻ കോഴിയാണ്. കണ്ട നെയ്യൊക്കെ കണ്ട നാടൻ കോഴിയുടെ പൂവൻകോഴി ഓടിക്കളഞ്ഞെങ്കിലും കണ്ട നല്ല മുട്ടയുടെ നാടൻ കോഴീനെ തന്നെ ഞങ്ങൾ പിടിച്ച് വറുത്തരച്ച് കഴിക്കാൻ പോവാണ്. കോഴീനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നെയ്യുള്ള നാടൻ കോഴീനെ വറുത്തരച്ച് വെക്കാൻ വേണ്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഛേദമില്ലാത്ത ഉപകാരമല്ലേ. നമ്മൾ ക്ലീൻ ചെയ്ത് പാത്രത്തിലോട്ട് ഇട്ടേക്കണം. അതിലോട്ട് നമ്മൾ ഇത്തിരി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കണത് ചിക്കൻ നാടനാകുമ്പോ ഇത്തിരി കൂടി ഒരു റഫ് ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മള് ഇത്തിരി സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. സ്പൂൺ മഞ്ഞപ്പൊടി, 1/4 സ്പൂൺ കാശ്മീരി ചില്ലി. നമ്മൾ എന്നിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. അരമണിക്കൂർ നമ്മൾ ലേശം വെളിച്ചെണ്ണ കൂടി മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ലേശം വെളിച്ചെണ്ണ മിക്സ് ചെയ്ത് വെക്കണം. അടപ്പിലോട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിനുള്ള തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ഉള്ളി ആദ്യം ഇടുക. നാടൻ കോഴിക്കുള്ള തേങ്ങ നമ്മളിപ്പോ അറിയാലോ, ഉള്ളിയും തേങ്ങയും ഇട്ടേക്കണത്. സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ മുളകായത് കാരണം ഒരു 15ഓളം ഉണക്കമുളക് ഉണ്ട് കേട്ടോ. അത് ഇതിനകത്തോട്ട് ഇടുക. ഉണക്കമുളകാണ്, നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യൂല. ഇത്തായുടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, നാടൻ ചിക്കൻ കറിയാണ്. 1 സ്പൂൺ പച്ചമല്ലി, 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി കഴുകി ഉണക്കി വെച്ചതാണ്. പെരിഞ്ജീരകം, കുരുമുളക്, തക്കോലം, ഏലക്ക, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ജാതിയുടെ ചെറിയ തരി കുറച്ച് ചെറുത് വെച്ചിട്ടുണ്ട്, ജാതിപത്രി. ഇത്ര ഐറ്റം നമ്മൾ ഇതിനകത്തോട്ട് എല്ലാ അടപടലങ്ങളും കൂടി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്താണ് കൊടുക്കണം. അപ്പൊ നമ്മളുടെ ഈ തേങ്ങ ഇതിലോട്ട് ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ നിറാകണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പിലയും കൂടി വേണം. അപ്പൊ വേപ്പില പറിച്ചിട്ട് വരാം നമുക്ക്. വേപ്പില നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിക്കാമല്ലോ. നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ വേപ്പില പറിക്കുകയാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്യണം. എല്ലാം കൂടി ഒരു ബ്രൗൺ നിറാവണ വരെ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിയണം വെളിച്ചെണ്ണ കിടന്നു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പൊ നമ്മുടെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് തേങ്ങ. അപ്പൊ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി. നമ്മുടെ തേങ്ങ എല്ലാം ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. പുറത്ത് നല്ല ഇരുട്ടാകാൻ തുടങ്ങി, അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് പോന്നു. ഇപ്പൊ ചിക്കൻ വറുത്തരച്ചതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി നമ്മൾ ചതച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടൻ കോഴി വറുത്തരച്ച് വെക്കാൻ വേണ്ടി 2 ചെറിയ കുഞ്ഞി സവാളയാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതലും നമ്മൾ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കാറ്. എന്നാലും ആ ടേസ്റ്റ് വരുള്ളൂ. ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്, അത് ചെറിയ ഉള്ളി. ഇതിലോട്ട് കുറച്ചൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ കണക്കിന് നമ്മൾ ഒഴിക്കുന്നത്. വേണ്ടി വന്ന അത്യാവശ്യം വന്നാൽ നമ്മള് ഇത് നോക്കി എത്ര ചിക്കൻ അനുസരിച്ച് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരും. ഉള്ളി ഇതൊരു ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് കല്ലിലിട്ട് ചതച്ച് വെച്ച ഉള്ളിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോണത്. നമ്മള് ഒരിക്കലും നമ്മളെ കത്തി വെച്ച അരിയെ മറ്റേ മിക്സിയിലിട്ട് അടക്കല്ല, നമ്മള് കല്ലിൽ തന്നെ ഇട്ട് വേണം ഇത് ചതച്ചെടുക്കാൻ. അതും കൂടി ഇട്ട് നമ്മള് മിക്സ് ചെയ്യണം. നമ്മളപ്പോ ചതച്ചോണ്ടിരിക്കാനാണ്, ഉള്ളി ചതച്ച് ലേശം ഉപ്പ് ചേർക്കണം. ഉണ്ട് നമ്മൾ ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ പെട്ടെന്നൊന്ന് വഴറ്റാൻ വേണ്ടിയാണ്, പെട്ടെന്ന് വഴുന്നോളൂ ഇത് ഉപ്പിടുമ്പോഴത്തേക്ക്. 2 കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചായിരുന്നു, 3 പച്ചമുളക്, ഒരു 10-12 ഓളം കുഞ്ഞ് ഇതാണ് വെളുത്തുള്ളി, അതും നമ്മൾ ചതച്ചെടുക്കുവാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. സവാള ഉള്ളിയൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞങ്ങൾ 1.5 കിലോ കോഴിയാണ് എടുത്തേക്കണത്. അപ്പൊ അതിനകത്തോട്ട് ചതച്ച് വെച്ച മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് അതൊന്ന് ചെറിയ ബ്രൗൺ കളർ, നല്ല സ്മെല്ലൊക്കെ വന്ന വരെ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണം. ഒരു കാരണം വെച്ചാലും അടിയിൽ പിടിക്കാൻ ഇടവരുത്തരുത്, നമ്മൾ ശരിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. സവാള ഉള്ളി വഴറ്റിയത് ബ്രൗൺ കളറായി നമ്മൾ ഉണക്കമുളകും വേപ്പിലയും വിട്ട് കൊടുക്കുകയാണ്. അതിനകത്തേട്ട് നമ്മള് ചിക്കൻ പുരട്ടി വെച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. ഇതൊന്ന് വഴറ്റി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റിക്കും. ശരിക്കും വെള്ളം വറ്റിക്കണം. ഇതിന് ശേഷം നമ്മൾ അരപ്പിടുള്ളൂ കേട്ടോ. തേങ്ങ വറുത്തരച്ചത് ഈ ചിക്കനിലോട്ട് ഒഴിക്കണേണ്. അപ്പൊ വെള്ളം ഒഴിച്ചിട്ടില്ല, നമ്മള് ഒന്ന് പറ്റണ വരെ നമ്മൾ കുറച്ചു നേരം നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളം വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം. അപ്പൊ കണ്ട തിളക്കുമ്പോ എണ്ണ തെളിയണ കണ്ട, എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ആവശ്യത്തിന് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിൽ കിടന്ന് വേഗം. ചിക്കന്റെ വരപ്പൊക്കെ ഒന്ന് നെയ്തിരിഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഇത്തിരി തിളച്ച വെള്ളം ഒഴിക്കണം. പാകത്തിന് ഒഴിച്ചു പറയാം എന്തോരം വെള്ളം വേണമെന്ന്. നമ്മൾ ചിക്കൻ വേകാനായിട്ട് വെള്ളം വേണം, അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. കുറച്ചുകൂടി ഒഴിച്ചു. ഇത് നാടൻ ചിക്കനായിട്ട് വരുന്ന നല്ല വേവുള്ളതാട്ടോ, അപ്പൊ വെള്ളം വേണ്ടി വരും അത്യാവശ്യം. കോഴിയിലുണ്ടായ മുട്ടയാണ്, അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുക, പൊട്ടിപ്പോകാതെ ഇടുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇടണം. തേങ്ങാക്കൊത്ത് ചെറുതാക്കി എരിഞ്ഞ സ്ലൈസായിട്ട് അരിഞ്ഞത് വേണം തേങ്ങാക്കൊത്ത്. ഇതിനി ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും നന്നായിട്ട്. നാടൻ ചിക്കൻ ആണെങ്കിൽ നല്ല വേവുണ്ട്, അപ്പൊ ടൈം എടുക്കും ഇത് വേകാനായിട്ട്. അപ്പൊ നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ലേശം വേപ്പിലയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യണം. ഇപ്പൊ നല്ല സ്മെല്ലൊക്കെ വന്ന് നല്ല നെയ്യുള്ള നാടൻ കോഴിയായിരുന്നു, അത് കാരണം നന്നായിട്ട് നെയ്യൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ കുക്കറിയിട്ട് വേവിക്കണം. ഇതിന് നല്ല വേവാ, ബ്രോയിലർ പോലെ അല്ല, നല്ല വേവുള്ളതാ. അഥവാ നമ്മളിങ്ങനെ കലത്തിലിട്ട് വേവിക്കണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം കപ്പങ്ങയോ അല്ലെങ്കിൽ ഒരു മുരിങ്ങാത്തൊലിയോ നമ്മൾ ഇതിനകത്ത് ചേർത്താൽ പെട്ടെന്ന് വേവും. ഇത്തയുടെ വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കിനി എങ്ങനെ രുചി നോക്കാം. നല്ല നെയ്യൊക്കെ നന്നായിട്ട് നെയ്യൊക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല, സൂപ്പർ കിടു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡിയായി. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.